ഹായ് മക്കളെ, അസ്മാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലോണം വേവണം, എന്നെങ്കിൽ ഈ കളർ ഇങ്ങോട്ട് കിട്ടുള്ളൂ. ഉണ്ടോ? പറഞ്ഞ പോലെ തന്നെ ഇല നല്ലോണം വേവണം. എന്തായാലേ നമുക്ക് ഈ കളറ് അടിപൊളി കളർ ഇങ്ങോട്ട് കിട്ടുള്ളൂ. എന്താ കളറില്ലേ? വാവ് കേട്ടോ. ഞാൻ പഞ്ചസാര, ഇത് മറ്റേ ഏലക്കായൻ്റെ പൊടിയാണ് കേട്ടോ. ഏലക്കായ പൊടിച്ചിട്ടാണ്. നുള്ളുപ്പും പഞ്ചസാര, ഏലക്കായൻ്റെ പൊടി തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ലേശത തരി ഇട്ട് കൊടുക്കുക. കുറച്ച് തരി ഇട്ട് കൊടുക്കണം, അധികം തരി ഇടില്ല. വെള്ളം പോലെ കാച്ചാനാണ്. കുറുകുമ്പല്ലേ കുടിക്കാനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ ഒന്ന് കുറി കിട്ടട്ടെ. ഇത് കേട്ടോ, വലിയൊരു പത്തിരി പരത്തിൻ്റെ ഇതൊക്കെ എണ്ണ അങ്ങനെ തൂക്കി കൊടുത്ത് എന്നിട്ട് നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ തേച്ച് കൊടുക്കുക. കണ്ണച്ചത്തിരിയാണ് ചൂടണം കേട്ടോ. എന്നിട്ട് ഇതങ്ങനെ അങ്ങോട്ട് മടക്കുക. ഒറ്റ കൈ കൊണ്ട് കേട്ടോ, അതിങ്ങനെ പിടിച്ചു തരാൻ ആരുമില്ല. ഇങ്ങനെ മടക്കുക, എന്നിട്ട് ഇങ്ങനെ മടക്കുക, എന്നിട്ട് അത് ഇങ്ങോട്ട് ഇങ്ങനെ മടക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് വെറുതങ്ങനെ വെച്ചാൽ ഉണ്ടോ, ഫ്ലവർ പോലായി. ഇതാണ് കണ്ണച്ചത്തിരി എന്നറിയും കേട്ടോ. മടക്കിപ്പത്തിരി എന്നറിയും, കണ്ണച്ചത്തിരി എന്നറിയും. അങ്ങനെയാണ് കേട്ടോ. പരത്തിയെടുക്കാൻ വീണ്ടും പരത്തണത്. അങ്ങനെ എല്ലാം ഞാൻ വീണ്ടും ഒരു വട്ടം കൂടൊക്കെ നെയ്യ് പരട്ടിയിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഒരു 3 എണ്ണം നമ്മളിതിൽ ആക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് ഒന്നും കൂടെ പരത്തിയിട്ട് ചുട്ടെടുക്കണം. അങ്ങനെ നമ്മളിതാ ചട്ടി വെച്ചിട്ടുണ്ട്, നല്ലോണം ചൂടാവട്ടെ. എന്നിട്ട് കുറച്ച് നല്ലെയ്യാണ് കേട്ടോ. ഇതിൽ അശീച്ച പരട്ടിയിട്ട് ചൂടാണ്, പൊരിച്ചെടുക്കുകയല്ല കേട്ടോ. നമ്മളിതാ കുറച്ച് നല്ലെയ്യ് ഇങ്ങനെ കുറച്ച് ഇട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് മതി. എന്നിട്ട് ഇതിലിട്ട് കൊടുക്കുക. വെന്തിട്ടിട്ട് ലേസം നല്ല ഈ പരത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ അത് മറിച്ചിടുക. ഇതുകൊണ്ട് തന്നെ അത് കയറി മറിച്ചിട്ടാണ് കേട്ടോ. നല്ല വേവട്ടെ. ഇതുണ്ടോ, പത്തിരി പുള്ളി വരുന്നുണ്ടോ? നല്ലോണം പുള്ളി വരും. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടും. അടിപൊളി ചട്ടിയാണ്, നല്ല കുഴയാണ്, നല്ല മടക്കലാണ്. പൊളിച്ച് തിന്നാൻ നല്ല ടേസ്റ്റാണ്. അതൊക്കെ പൊള്ളാണ് കേട്ടോ. വേറെന്താ വിശേഷം? സുഖമാണോ? സുഖമായിരിക്കട്ടെ. ഇതാ ഇങ്ങനെ പൊള്ളി അടുത്തടുക്കായിട്ട് വരും. പൊള്ളാണ് കേട്ടോ. അത് നല്ലോണം വെന്തിട്ടുണ്ട്. മക്കളെ ഒന്ന് ചുട്ട് രണ്ടാമത്തെ അങ്ങനെ പൊള്ളി റെഡിയായി വന്നിട്ടുണ്ട്. വെക്കുന്നത് ആദ്യത്തെ ചുട്ടാണത്. കൂടെ ചുട്ടിട്ട് നല്ല നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അത് കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടും. നല്ലോണം പൊള്ളും. ഇതിട്ട് ആ പാത്രം 5-6 എണ്ണം ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഒന്നായിട്ട് കൊണ്ടുവന്നത്, പല സൈസിലുള്ളത്. അതിനെക്കൊണ്ട് നമുക്ക് കൂടുതൽ എണ്ണ ഒന്നും പറ്റി പോവാത്തൊരു ചട്ടിയാണിത്. ഉണ്ടോ? എല്ലാം അങ്ങനെ തിരിച്ച് നല്ലോണം ആകും. പുറമൊക്കെ വീഴ്ക്കണ്ട. പൊള്ളി വരുന്നുണ്ടോ? പൊള്ളിയിട്ട് ഇതെല്ലാം ഓട്ടായി വരിക കേട്ടോ. പൊട്ടി വരിക പൊള്ളിയിട്ട്. നല്ലോണം ഇങ്ങനെ തിരിച്ച് എല്ലാം വേവിക്കാം. അധികട്ടന്നെ എണ്ണയില്ല, എന്നാലും നല്ല നെരിഞ്ഞും ചെയ്തിക്കണ്. അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ചുട്ടിടാണ്ട് ഉണ്ടോ. നല്ലോണം കുഴക്കണ്ട, നല്ലോണം മറുത്തിതാക്കുക. നല്ല പത്തിരിയാണ്. കൈ ചൂടായിട്ടാണ് കേട്ടോ, തൊടാൻ കഴിയാത്ത. ഇത് നമുക്ക് ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഫുൾ ലാസ്റ്റത്തതാണിത്.
ചുട്ട് കഴിഞ്ഞു. ചുട്ട് കഴിഞ്ഞിട്ടാ നല്ല അടിപൊളി. ഇതാ മക്കളെ, എൻ്റെ പത്തിരിയാണ്. ഇതാ ഞാൻ കഴിക്കാൻ പോകുന്നു. അടിപൊളിയാണ് കേട്ടോ. കണ്ണച്ചത്തിരിയാണിത്. ഇതാണ്ട് അവിടെ ഇങ്ങനെ തുറന്നെടുക്കുന്നതാ. അട്ടി ഓരോരോ പൊളിയായിട്ടുണ്ടാവും. ഇതാണ്ടാ ഒരു പൊളി ഇങ്ങനെ കേട്ടോ. കണ്ണച്ചത്തിരി എന്നിട്ട് ഇങ്ങനെ ഉണ്ടാവും, ഫ്ലവർ പോലെ. ഓക്കെ, ഇട്ടോ ഇറച്ചി, പെരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇറച്ചി. നല്ലോണം ഇന്ന് കിടന്നിട്ട് വെള്ളത്തിൽ കിടന്നോണ്ട് നല്ലോണം ഒന്ന് വെന്തിട്ട് വേവട്ടെ. ഇതാ ഒരടുപ്പത്ത് കോഴിമുട്ട വെച്ചിട്ടുണ്ട് വേവാൻ. നല്ല വെന്ത് മെലിഞ്ഞ് കിട്ടട്ടെ. നമ്മൾ അത്താഴത്തിലേക്കുള്ള കേട്ടോ അത്. കറക്റ്റ് 4 മണി. ഇപ്പോൾ നമ്മൾ തിന്ന് കഴിയുമ്പോഴത്തിന് 4:30 4:45 കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ബാങ്ക് കൊടുക്കും. നമ്മളെ മുടുകൊക്കെ ഇതാ തിളച്ച് വെന്തുകൊണ്ടിരിക്കണ്. വേണ്ട. ഇങ്ങനെ നമ്മളെ പപ്പടമൊക്കെ ഇതാ പൊരിച്ച് വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. കഴിക്കട്ടെ. എന്നിട്ടാ ചോറ് കഴിക്കുന്നു. ചോറ് തിന്നാണ് നമ്മൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. ആരും മറക്കല്ല മക്കളെ കേട്ടോ, സപ്പോർട്ട് ചെയ്യണേ.